നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേർക്ക് ഡാഷ് മോനെ നിനക്കുള്ള മറുപടി പിന്നീട് എന്ന് പറഞ്ഞ പിണറായി വിജയനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തിട്ടുടുക്കുകയാണ്. പിണറായി വിജയൻ കേരളത്തിന്റെ മാനം കാത്തുവെന്നാണ് മാലാ പാർവതിയെ പോലുള്ളവർ പറയുന്നത്. മറുവശത്ത് ഇതാ CPM കൊട്ടേഷനുമായി ഇറങ്ങി. രേവന്ത് റെഡ്ഡിയുടെ പരിപ്പ് എടുക്കുമെന്നാണ് MP നികേഷ് കുമാറിന്റെ ഭീഷണി. പരിപ്പില്ലാത്തവൻ എങ്ങനെ മറ്റുള്ളവരുടെ പരിപ്പെടുക്കുമെന്ന് ചോദിച്ച് സമൂഹ മാധ്യമങ്ങൾ നികേഷിനെ എടുത്തൊടുക്കുന്നു. വല്ലാത്ത വാക്പോരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ. മറുവശത്ത് രേവന്ത് റെഡ്ഡി ഇന്നലെയും പിണറായി വിജയനെ എടുത്തൊടുത്തു. ഒടുവിൽ കേരളത്തിൽ നിന്ന് വണ്ടി കയറുമ്പോൾ ബൈ ബൈ വിജയ എന്നുള്ള ഒരു മാസ് ഡയലോഗും. നീ പോ മോനെ വിജയ എന്നത് കേരളത്തിൽ ഇപ്പോൾ ഇടിമുഴക്കമാകുന്നു. കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങളിലും ഇന്നലെ നടന്ന കലാശക്കൊട്ടിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്നു കേട്ട ഒരു വാക്കാണ് നീ പോ മോനെ വിജയ. ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ MP നികേഷ് കുമാർ. രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കുമെന്നായിരുന്നു നികേഷ് കുമാറിന്റെ പ്രഖ്യാപനം. നിന്റെ പരിപ്പ് ഞങ്ങൾ എടുക്കും എന്ന പ്രയോഗത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ സമൂഹ മാധ്യമത്തിലെത്തി. നികേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ് പാർട്ടിയുടെ ATM ആണ് രേവന്ത് റെഡ്ഡി. കേരളത്തിലെ കോൺഗ്രസ് പ്രചാരണത്തിന് ലാവിഷായി പണമിറക്കിയത് ഇയാളാണ്. അഴിമതി പണമാണ്, സർക്കാർ പദ്ധതികളിൽ നിന്ന് കട്ടപണം. അതിൻ്റെ അഹങ്കാരം രേവന്തിൻ്റെ വാക്കുകളിൽ കാണാം. നീയെന്നും പോമോനെ എന്നും 80 കഴിഞ്ഞ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ വിളിക്കാനുള്ള ഔദ്ധത്യം രേവന്തിന് എങ്ങനെയുണ്ടായി? നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പഴയ ആന്ധ്രാപ്രദേശ് ABVP സംസ്ഥാന പ്രസിഡന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊന്നുകളയുമെന്നോ? 2 വട്ടം കേരളം തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. CPM എന്ന പാർട്ടിയെ കേരളത്തിൽ 17 കൊല്ലം നയിച്ചയാൾ. 4 പതിറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിൻ്റെ ഒന്നാം തര നേതൃത്വം. 80 കടന്ന മനുഷ്യനാണ്. ഇത്രയും തലപ്പൊക്കമുള്ള മറ്റാരും കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. രാഷ്ട്രീയമായി പിണറായിയോട് വിയോജിപ്പുള്ളവരുണ്ട്. ജനാധിപത്യത്തിൽ സാധാരണമാണത്. അപ്പോഴും പ്രളയത്തിലും കോവിഡിലും നിപ്പയിലും ഓക്കിയിലും കേരളം ചലിച്ചത് ഈ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടാണ്. ഉറുമ്പുകൾക്ക് ഭക്ഷണം കിട്ടിയോ എന്ന് അന്വേഷിച്ചു എന്നൊക്കെ നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. അതാ മനുഷ്യൻ്റെ രീതിയാണ്. ഡീറ്റെയിൽസ് പരതി പെർഫെക്ഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. മല്ലികാർജുൻ ഖാർഗെ എന്ന AICC പ്രസിഡന്റിന് പ്രായം കൂടുതലുള്ളതുകൊണ്ട് രഹസ്യമായും പരസ്യമായും കോൺഗ്രസ്സുകാർ ചില പേരുകൾ വിളിക്കാറുണ്ട്. അത് നിങ്ങളുടെ സംസ്കാരം. നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അതൊക്കെയാവാം. കേരളത്തിൽ വേണ്ട. പിണറായി എന്നല്ല, ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ നിന്റെ പരിപ്പ് ഞങ്ങൾ എടുക്കും. കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് ഇതിന് കട്ടയ്ക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ MP നികേഷ് കുമാറിനോടാണ്. CPM പരിപ്പെടുക്കും എന്ന് പറഞ്ഞ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ കേരള രാഷ്ട്രീയത്തിൽ. പറഞ്ഞു വരുമ്പോൾ നികേഷ് കുമാറിൻ്റെ പിതാവായിട്ട് വരും. സാക്ഷാൽ MP രാഘവൻ. അദ്ദേഹത്തിൻ്റെ പരിപ്പെടുക്കാൻ CPM ശ്രമിച്ച കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട്, ജീവൻ രക്ഷിച്ചുകൊണ്ട് MLAയും മന്ത്രിയുമാക്കിയ പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. അന്ന് CPMനെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത പരിപ്പൊന്നും അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. തരത്തിൽ പോയി കളിക്ക് നികേഷേ, തരത്തിൽ പോയി കളിക്ക് നികേഷേ. ആ വാക്ക് സോഷ്യൽ മീഡിയയിൽ ഇടിമുഴക്കമാകുന്നു. MP നികേഷ് കുമാറിനെ എടുത്തൊടുക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. എന്തിനാണ് ഈ പുലിവാല് പിടിച്ചത്, എന്തിനാണ് പുലിമടയിൽ കൈയിട്ടത് എന്നൊക്കെയുള്ള പരിഹാസം. പിണറായി വിജയന്റെ ഡാഷ് മോനെ പ്രയോഗത്തിലൊന്നും ഒരു കുലുക്കവുമില്ലാതെ ഇന്നലെ രേവന്ത് റെഡ്ഡി വീണ്ടും തിരുവനന്തപുരത്ത് നിറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കേരളത്തിൽ പ്രചരണത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും തരംഗമുണ്ടാക്കിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെ. ഇന്നലെ M വിൻസെന്റിന് വേണ്ടി കോവളത്ത് നടത്തിയ റോഡ് ഷോയിൽ വീണ്ടും അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: നീ പോമോനെ പിണറായി വിജയ. ആ മാസ് ഡയലോഗ് കേട്ട് ആർത്തു വിളിച്ചണികൾ. കോവളത്തെ ഇളക്കി മറിച്ചുള്ള പ്രകടനമാണ് ഇന്നലെ രേവന്ത് റെഡ്ഡി നടത്തിയത്. ഇതോടെ രേവന്ത് തന്റെ ഒരാഴ്ച നീണ്ടുനിന്ന കേരളത്തിലെ പ്രചരണ പരിപാടിക്ക് വിരാമമിട്ടു. ഒടുവിൽ മടങ്ങുമ്പോൾ ബൈ ബൈ പിണറായി. പിണറായി വിജയന് വിധേയത്വം മോദിയോടും BJPയോടും മാത്രമാണ്. BJPക്ക് മുന്നിൽ തനകുലിച്ച് നിൽക്കുന്ന പിണറായിയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നീ പോമോനെ പിണറായി വിജയ. നേമത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശബരിനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് നീ പോമോനെ വിജയ എന്ന മാസ് ഡയലോഗ് രേവന്ത് റെഡ്ഡി വച്ചു കാച്ചിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിണറായി വിജയനും ഇരട്ട സഹോദരന്മാരെ പോലെയാണ്. ഒരാൾ ഡൽഹിയിലും മറ്റൊരാൾ തിരുവനന്തപുരത്തും. ഒരേ ശൈലിയിലാണ് ഇരുവരും ഭരിക്കുന്നത് എന്ന് രേവന്ത് റെഡ്ഡി പരിഹസിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിൻ്റെ സ്വത്തിന് പോലും രക്ഷയില്ല. തൻ്റെ ഗ്യാരണ്ടികളുടെ യാഥാർത്ഥ്യമറിയാൻ പിണറായി വിജയനെ തെലങ്കാനയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും അന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു.
പിന്നീട് പിണറായി വിജയനെ തെലങ്കാനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് രേവന്ത് റെഡ്ഡിയുടെ ഒരു തുറന്ന കത്ത്. ആ കത്തിലും നീ പോ മോനെ വിജയ എന്നെഴുതിയിരുന്നു. ഇതാണ് പിണറായി വിജയനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഒടുവിൽ കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടയിൽ പിണറായി വിജയൻ ഡാഷ് മോനെ രേവന്ത നിനക്കുള്ള മറുപടി വരുന്നുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് ഇത്തരമൊരു പ്രയോഗം വരാമോ എന്ന തർക്കം തുടർന്ന് CPM നേതാക്കൾ ഉയർത്തി. കടക്ക് പുറത്തെന്നും ചോദ്യം വീട്ടിൽ പോയി ചോദിക്ക് എന്നും പറയുന്ന മുഖ്യമന്ത്രിയോട് ഇതല്ല ഇതിലപ്പുറം പറയണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെ കുറിപ്പുകൾ. സ്വന്തം ദൗർബല്യങ്ങൾ മറച്ചുവെക്കാനാണ് തെലങ്കാന മുഖ്യമന്ത്രി ഇത്തരം തരംതാണ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറയുന്നു. ഒരു മുഖ്യമന്ത്രി പാലിക്കേണ്ട മര്യാദകൾ രേവന്ത് റെഡ്ഡി ലംഘിച്ചുവെന്നാണ് പിണറായി വിജയന്റെ ആക്ഷേപം. എന്നാൽ മറുവശത്ത് ചെറ്റത്തരമെന്ന് രാഷ്ട്രീയ എതിരാളികളോട് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊക്കെ ആവർത്തിക്കാൻ എന്ത് യോഗ്യത? കേരളത്തിന്റെ വികസന മാതൃകകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുടെ വക്താവായി രേവന്ത് റെഡ്ഡി മാറി എന്നായിരുന്നു ഇന്നലെ പിണറായി വിജയന്റെ ആക്ഷേപം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നത് തെലങ്കാനയുടെ ഒരു മാതൃകയാണ് എന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിമാർ തമ്മിൽ ആരംഭിച്ച വാക്പോര് ഇപ്പോൾ കേരളം ഏറ്റെടുത്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഹോട്ട് വാഗ്വാദമായി ഇത് മാറി. പിണറായിക്ക് പിന്തുണയുമായി എത്തിയ മാലാ പാർവതിക്കും അക്കടി പറ്റി. കർണാടക മുഖ്യമന്ത്രി എന്നാണ് രേവന്ത് റെഡ്ഡിയെ മാലാ പാർവതി അഭിസംബോധന ചെയ്തത്. പിന്നാലെ അത് തിരുത്തി. തെലങ്കാന മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് അയച്ച ഔദ്യോഗിക കത്തിൽ പോ മോനെ എന്ന് അപമാനിച്ചതിന് ഇതുതന്നെയാണ് മറുപടി. CM കേരളത്തിന്റെ മാനം കാത്തു. പിന്നല്ലാതെ ഇതാണ് മാലാ പാർവതിയുടെ പ്രയോഗം. മാലാ പാർവതിയെ സോഷ്യൽ മീഡിയയിൽ ചുട്ടെടുക്കുകയാണ് എല്ലാവരും ചേർന്ന്. എന്തൊരു ഗതികേട്! പിണറായി വിജയനെ താങ്ങാൻ പോയ മാലാ പാർവതിക്കും കണക്കിന് കിട്ടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.